അമ്പലവയലില്ലേ, ഉരുള് പൊട്ടിയെടുത്ത് വയനാടിന്റെ ബോർഡർ. അത് വടുവഞ്ചാല് കഴിഞ്ഞ് അപ്പുറത്ത് ചേരമ്പാടി. നമ്മൾ അവിടുന്ന് ഉരുള് പൊട്ടിയെടുത്തുനിന്ന് 15 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പൊ അവിടെ ഏകദേശം കാടൊക്കെ കയറി അങ്ങനെ. പിന്നെ അതല്ലാണ്ട് ആരും വിടുന്നില്ല, അങ്ങോട്ട് വിടുന്നില്ല. ഞങ്ങൾ തുടക്കത്തിലൊക്കെ ഒന്ന് പോയി നോക്കി, പിന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ എന്റെ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്, അറിയുന്ന ആൾക്കാരൊക്കെ. ദുഃഖകരമായ. എന്താ ചെയ്യുന്നേ? ഞാൻ കൃഷിപ്പണിയാണ്. കൃഷിപ്പണി ചെയ്യാണെങ്കിലും കാട്ടാനയുടെ ശല്യം. ഒരു വർഷം 40 ആളേലും കൊല്ലും. കൊല്ലും. അതായത് ഈ രാത്രിയൊക്കെ വരുമ്പോഴേ ചിലപ്പോ അറിയാണ്ട് ഇതിന്റെ മുമ്പിൽ പെടും. അപ്പൊ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരാളെ കൊന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അറിഞ്ഞത്. അപ്പൊ ശരീരമൊക്കെ ചീഞ്ഞു പോയായിരുന്നു. അതെന്റെ അച്ഛനാ കണ്ടത്. ഭയങ്കര വിഷമായി പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാ വർഷവും ഇത്രയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങള് സമരം എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു വാർത്തയൊന്നും അല്ലേ അധികം നമ്മള് ഇത്രയൊക്കെ. കാരണം എന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷിയായിരുന്നു. ഇപ്പൊ കൃഷി ചെയ്യാൻ പറ്റാതെ അച്ഛനൊക്കെ കൂലിപ്പണിക്ക് പോകേണ്ട ഒരു അവസ്ഥയും. എന്ത് കൃഷി ചെയ്യുന്നത്? വാഴക്കൃഷി, കപ്പയൊക്കെ അങ്ങനെ പറിച്ച് കുടഞ്ഞിട്ട് ഒറ്റ തീറ്റ. അത് ഈ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മൾ പുറലോകം അങ്ങനെ വലുതായിട്ട് അറിയുന്നില്ല. അത് മരണം കൃഷിയുടെ അല്ല, മെയിൻലി മരണം. മരണാണ്. ഒരു വർഷം എത്ര? ഒരു വർഷം 40 ആളെ കൊല്ലും. ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഒരു അമ്മനെയും മോളെയും കൊന്നു. അമ്മ വന്നിട്ട് സ്കൂൾ വിട്ടിട്ട് രാവിലെ സ്കൂളിന് പോവായിരുന്നു. അപ്പൊ കുട്ടീനെ അങ്ങനെ ആക്രമിക്കാൻ പോയപ്പോ അമ്മ അങ്ങോട്ട് കടന്നു. അല്ല, അമ്മനെ ചവിട്ടിയാണ് കൊന്നു. ഇത് ചപ്പുംതോട് എന്ന് പറഞ്ഞ സ്ഥലം. എന്നിട്ടും ഞങ്ങൾ കുറെ സമരം ചെയ്ത് ഒരു ഫലമില്ല. നമുക്ക് കാട് ചുറ്റും ബ്രേക്ക് ഇട്ടെന്നാൽ ആ പ്രദേശം അങ്ങനെയുള്ളവർ അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനം ഇല്ല അല്ലെ? മാറ്റാൻ അവര് പോവില്ല. കാരണം ഇത് വിട്ട വേറെ വഴിയില്ല. അതല്ലേ എന്താ ഈ പഞ്ചായത്ത് അല്ലെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിനൊരു സംരക്ഷണം കാര്യങ്ങളൊന്നും ഇല്ല. അല്ല, അത് എനിക്കൊന്ന് ആ കാട് ചുറ്റും എന്തെങ്കിലും ഒരു സാധനം കെട്ടിയിട്ട് ദയവ് ചെയ്ത് ഇത് കാണുന്ന ഗവൺമെന്റിനോട് ഒരു അഭ്യർത്ഥനയാണ്. ഒരുപാട് ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ്. ഇതിനെ പറ്റിയ വേദിയല്ല. പക്ഷെ എങ്കിലും നിങ്ങളുടെ ആ കഥകൾ കേട്ടപ്പോൾ, അമ്മയും കുഞ്ഞിന്റെ കഥ കേട്ടപ്പോൾ വളരെയധികം വിഷമം കൊണ്ട് പറയുന്നതാണ്. ദയവ് ചെയ്ത് ഇത് ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും കാണുന്നതാണ്. ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ വിലപ്പെട്ടതായിരിക്കും, വിലയേറിയതായിരിക്കും. ഒരുപാട് ഇതായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആ കാട് ചുറ്റും നിങ്ങൾക്കൊരു എന്തെങ്കിലും അല്ലെ എർത്ത് കമ്പി എന്തെങ്കിലും ആ സംവിധാനം പല സ്ഥലത്തും ഉണ്ടല്ലോ. അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റ് അതിനൊരു സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഇത് ബെൽറ്റ് ഏരിയ എന്ന് പറയും. മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് അത്ര. പക്ഷെ അപ്പം ഇപ്പുറത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. അവര് മൃഗങ്ങളെയാണ് ഏറ്റവും വലിയ പ്രധാനം കാണിക്കുന്നത്. നിങ്ങൾക്ക് അവിടുന്ന് അല്ലെങ്കിൽ അവിടെ ചുറ്റും എത്ര ജനങ്ങളുണ്ടാവും? ഒരു 2000 കുടുംബം ഉണ്ടാവും. 2000 ടൗൺ ഏരിയ ഒക്കെ. അപ്പൊ അവരെ അവിടുന്ന് അങ്ങോട്ട് മാറ്റി. ഈ പ്രശ്നം ഉണ്ടാകുന്ന ഏരിയയിലാണ് എത്ര ഫാമിലീസ് ഉണ്ടെന്നുള്ളതാണ്. അതന്നെ സാറേ, അത് തന്നെ ഒരു 40 കുടുംബം. എന്റെ വീടിന്റെ അടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഒരു 200 കുടുംബം ഉണ്ട്. ഇവിടെയൊക്കെ വരും രാത്രി ആയാലും തന്നെ. അല്ല, അവരെ ഒന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണം. നിങ്ങളെ മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സുരക്ഷിതത്വം അവിടെ ചെയ്യുക എന്നുള്ള എന്തെങ്കിലും ഒരു സംഭവം. ഒരു 10-15 വർഷം ആനശല്യം ഉണ്ടായിട്ട്, പക്ഷെ പോരാട്ടം തന്നെ തീരുമാനമല്ല. ഇത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ്ട് അത് തീർക്കുകയാണ്. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ആനന്റെ മുമ്പ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ദൈവകാരുണ്യം കൊണ്ട് ഇവിടെ ജീവനത്തോടെ വന്ന് നിൽക്കാൻ പറ്റി. സോ പ്ലീസ്, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയത് കേട്ടിട്ട്. എന്തെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അതിന് ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രതീക്ഷിക്കാം അങ്ങനെ എന്തെങ്കിലും ഈ ഒരു കാര്യങ്ങളിലൊക്കെ അത് സംഭവിക്കാറുണ്ട്, വരാറുണ്ട്. പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം. എന്തായാലും ഇത് കാണുന്നവര് എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കും.